ഇന്ത്യയോടും മോദിയോടും ചെയ്തതിനും പറഞ്ഞതിനുമൊക്കെ മാപ്പ് പറയാൻ വന്ന മാലദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീറിനെ ഇരുത്തിപ്പൊരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഭാരതത്തിന്റെ വിദേശകാര്യ സഹമന്ത്രി എസ് ജയശങ്കർ. ചൈനീസ് ആനുകൂല്യമാണ് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധം വഷളാക്കിയത് എന്ന് തുറന്നടിക്കുകയും ചെയ്തു. 6 മാസം മുൻപ് ചൈനീസ് അനുകൂല പ്രസിഡന്റ് മുഹമ്മദ് മുയിസു അധികാരമേറ്റതിനു ശേഷം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ ഇടിവുണ്ടായി. എന്തൊക്കെ സഹായങ്ങളാണ് ഇന്ത്യ മാലദ്വീപിന് നൽകിയത്? മാലദ്വീപിന് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പലപ്പോഴും ആദ്യം പ്രതികരിക്കുന്നതും അവിടെ എത്തുന്നതും ഇന്ത്യയാണ്. മാലദ്വീപിന് വികസന സഹായം നൽകുന്ന ഒരു പ്രധാന ദാതാവാണ് ഇന്ത്യ. തങ്ങളുടെ പദ്ധതികൾ മാലദ്വീപ് ജനങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്തിട്ടുള്ളൂ, ജീവിത നിലവാരത്തിന് വളരെയധികം സംഭാവന നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. അടിസ്ഥാന സൗകര്യ പദ്ധതികളും സാമൂഹിക സംരംഭങ്ങളും മുതൽ മെഡിക്കൽ ആരോഗ്യ സൗകര്യങ്ങളും വരെ അവയിൽ ഉൾപ്പെടുന്നുണ്ട് എന്നും ജയശങ്കർ പറയുമ്പോൾ മറുഭാഗത്തിരുന്ന വ്യക്തിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ഇതിനു പുറമെ തങ്ങൾ മുൻകാലങ്ങളിൽ അനുകൂലമായ വ്യവസ്ഥകളിൽ സാമ്പത്തിക സഹായവും നൽകിയിട്ടുണ്ട്. മാലദ്വീപിന് വേണ്ടി നിരവധി അവസരങ്ങളിൽ ഇന്ത്യയാണ് ആദ്യം പ്രതികരിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ എല്ലാം വഷളാക്കിയത് മുയിസ്. ദ്വീപ് രാഷ്ട്രത്തിൽ 3 സൈനിക പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സൈനികരെ പിൻവലിക്കണമെന്ന് മുയിസു ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത്. ഇന്ത്യ ഇതിനകം തന്നെ തങ്ങളുടെ ഭൂരിഭാഗം സൈനികരെയും പിൻവലിച്ചു. തന്റെ രാജ്യത്ത് നിന്ന് ഇന്ത്യൻ സൈനികരെ പിൻവലിക്കാനുള്ള സമയപരിധി മെയ് 10 മുയിസു നിശ്ചയിച്ചിരുന്നു. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതിന് പിന്നാലെ മാലദ്വീപ് മന്ത്രിമാർ ഇന്ത്യയും പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതോടെയാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുണ്ടായത്. ഞൊടിയിടയിലാണ് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മാലദ്വീപിന് മറുപടി നൽകിയത്. എന്തായാലും ആ മറുപടിയിലൂടെ മാലദ്വീപ് ഒരു പാഠം പഠിച്ചു കഴിഞ്ഞു. ടൂറിസം മേഖലയാണ് ദ്വീപ് രാഷ്ട്രത്തിന്റെ നട്ടെല്ല് എന്ന കാര്യത്തിൽ സംശയമില്ല. മാലദ്വീപിലെത്തുന്ന വിദേശ വിനോദസഞ്ചാരികളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യയെങ്കിൽ കേവലം 1 മാസം കൊണ്ട് ഇന്ത്യക്കാർ മാലദ്വീപിനെ പാഠം പഠിപ്പിക്കുകയായിരുന്നു. പട്ടികയിൽ 5ാം സ്ഥാനത്തായി മാറി ഭാരതം. ഇതോടെ മാലദ്വീപ് നേരിട്ടത് വലിയ തിരിച്ചടി. തുടർന്ന് മുൻ പ്രസിഡന്റും മന്ത്രിമാരുമൊക്കെ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും ഇന്ത്യൻ സഞ്ചാരികളെ അങ്ങോട്ട് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവന നൽകണമെന്ന് മാലദ്വീപ് ടൂറിസം മന്ത്രി ഇബ്രാഹിം ഫൈസൽ ഇന്ത്യയോട് അഭ്യർത്ഥിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്ത്യക്കാരോട് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന. പുതുതായി അധികാരമേറ്റ സർക്കാരിന് ഇന്ത്യയുമായുള്ള സഹകരണം ആവശ്യമാണ്. സമാധാനപരവും സൗഹൃദപരവുമായ അന്തരീക്ഷം ഏറെ അനിവാര്യമാണ്. തങ്ങളുടെ സർക്കാരും ജനങ്ങളും ഇന്ത്യൻ സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം വീണ്ടും പറഞ്ഞത്. മാലദ്വീപ് ടൂറിസത്തിന്റെ ഭാഗമാകാൻ ഇന്ത്യയെ ക്ഷണിക്കുന്നു എന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള ഓരോ ഭരണാധികാരികളും ഇന്ത്യയോട് അഭ്യർത്ഥിക്കുന്നത്. ഒരു കാലത്ത് ഇന്ത്യയിൽ നിന്ന് സെലിബ്രിറ്റികളും പണക്കാരും മാത്രമാണ് മാലദ്വീപ്സിൽ എത്തിയത് എങ്കിൽ പിന്നീട് സാധാരണക്കാരെത്താൻ തുടങ്ങി, ബഡ്ജറ്റ് യാത്രികരെത്താൻ തുടങ്ങി. ഇവരൊക്കെ മാലദ്വീപിലെ നിത്യ സന്ദർശകരായി. 2018 മാലദ്വീപിലെത്തിയ ആകെ സഞ്ചാരികളിൽ ഇന്ത്യക്കാർ 5ാം സ്ഥാനത്തായിരുന്നു. 90,474 സഞ്ചാരികൾ. തൊട്ടടുത്ത വർഷം ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണം ഇരട്ടിയോളമായി. ആകെ സഞ്ചാരികളിൽ 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. ഇത്തരത്തിൽ ഇന്ത്യയെ അവഗണിച്ചുള്ള വിനോദസഞ്ചാര സാധ്യതകൾ ഒരു കാലത്തും മാലദ്വീപിന് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. ഈ സാഹചര്യത്തിലാണ് മന്ത്രിമാരുടെ പ്രസ്താവനയെ തുടർന്ന് മാലദ്വീപ് പുലിവാല് പിടിച്ചത്. മാലദ്വീപ് സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് വിനോദസഞ്ചാരം. വിനോദസഞ്ചാരത്തിൽ തിരിച്ചടി ഉണ്ടായ കോവിഡ് കാലത്തുൾപ്പെടെ മാലദ്വീപ് കടുത്ത പ്രതിസന്ധിയിലായിരുന്നു. എന്തായാലും മാലദ്വീപ് ഇപ്പോൾ പാഠം പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഒരു നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കണം, അല്ലെങ്കിൽ ഒരു മാറ്റങ്ങളൊക്കെ വേണം, ഒന്ന് തിരിച്ചു ചിന്തിക്കണം എന്ന് പറയാനായി ഇപ്പോൾ മാലദ്വീപിന്റെ ഭരണാധികാരികൾ ഇന്ത്യയെ സമീപിക്കുന്നത്. അടുത്തതും അടുപ്പമുള്ളതുമായ അയൽക്കാർ എന്ന നിലയിൽ ഞങ്ങളുടെ ബന്ധങ്ങളുടെ വികസനം വ്യക്തമായും പരസ്പര താൽപര്യങ്ങളിലും പരസ്പര സംവേദനക്ഷമതയിലും അധിഷ്ഠിതമാണ് എന്ന് സമീറുമായുള്ള കൂടിക്കാഴ്ചയിൽ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അയൽപ്പക്കത്തെ മേഖലയിലെ എല്ലാവർക്കും സുരക്ഷയും വളർച്ചയും കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയതാണ്. വിവിധ മേഖലകളിൽ നമ്മുടെ വീക്ഷണങ്ങളുടെ സംയോജനം ശക്തിപ്പെടുത്താൻ ഈ മീറ്റിംഗ് തങ്ങളെ പ്രാപ്തരാക്കുന്നുവെന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഉഭയകക്ഷി ബന്ധങ്ങളെക്കുറിച്ചും പ്രാദേശിക സുരക്ഷാ വിഷയങ്ങളെക്കുറിച്ചും രണ്ട് വിദേശകാര്യമന്ത്രിമാരും വിപുലമായ ചർച്ചകൾ നടത്തി എന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചനകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.